Good afternoon, students. Good afternoon. Okay, mute ആക്കിയേക്കാണ് കേട്ടാ. ഓൾ മ്യൂട്ട് ആക്കിയേക്കാണ്. ഡിസ്റ്റർബൻസ് ഉണ്ടാണെന്ന് പറഞ്ഞിട്ടേ ഓൾ മ്യൂട്ട് ആക്കിയേക്കാണ്. ഈ ക്ലാസ് എടുക്കുമ്പോ ഡിസ്റ്റർബൻസ് ഉണ്ടാണെന്ന് ഓൾ മ്യൂട്ട് ആക്കിയേക്കാണ് കേട്ടോ. ലാസ്റ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് 5 minutes സമയം തരും. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. പിന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ സ്പീഡ് കൂടിയെന്ന് ആരൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. മിസ് ഒന്നും കൂടി സാവധാനം എടുത്തു തരാം കേട്ടാ. നോട്ട്സ് കിട്ടിയില്ലേ എല്ലാവർക്കും? നോട്ട്സ് കിട്ടിയില്ലേ? റിലേറ്റീവ് പ്രൊനൗൺസ്, പാർട്സ് ഓഫ് സ്പീച്ച്, സെന്റൻസസ്. ഓക്കെ ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ക്ലാസ് എടുക്കാം. ഓക്കെ, ഓക്കെ. റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ, ഇന്നലെ റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ, അതൊന്നും കൂടി എടുക്കാം കേട്ടാ. റിലേറ്റീവ് പ്രൊനൗൺസ് എന്താ മിസ് എന്താ പറഞ്ഞത്? റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ, ഇൻ ഓർഡർ ടു കണക്ട് വിത്ത് വൺ ക്ലോസ് അല്ലെ, ഇൻ ഓർഡർ ടു കണക്ട് എ ക്ലോസ് വിത്ത് അനദർ ക്ലോസ് വി യൂസ് റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ, ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ മിസ് പറഞ്ഞത്? ക്ലോസ് കണ്ടെയ്ൻസ് സബ്ജക്ട് ആൻഡ് എ വെർബ്. ഓക്കെ, ഓർമ്മയുണ്ടാ? റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ, ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട് അല്ലെ, സബ്ജക്ട് ആൻഡ് എ വെർബ്. ക്ലോസ് കണ്ടെയ്ൻസ് സബ്ജക്ട് ആൻഡ് എ വെർബ്. ക്ലാസ് സ്പീഡ് കൂടിയെന്ന് ആരോ കംപ്ലൈന്റ് പറഞ്ഞു. അതനുസരിച്ച് ക്ലാസ് വളരെ സ്ലോയിലാണ് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ആ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ. ഓക്കെ, ആ ഓക്കെ. ആ റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ് എന്താ? ഇൻ ഓർഡർ ടു കണക്ട് എ ക്ലോസ് വിത്ത് അനദർ ക്ലോസ് വി യൂസ് റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ, in order to connect a clause with another clause, relative pronouns are used. Okay, clause. Clause എന്ന് പറഞ്ഞാൽ എന്താ മിസ് പറഞ്ഞത്? ഓക്കെ, സബ്ജക്ട് അല്ലെ, സബ്ജക്ട്. ക്ലോസ് കണ്ടെയ്ൻസ് സബ്ജക്ട് ആൻഡ് എ വെർബ്. ആൻഡ് വെർബ്. ഓക്കെ, ഇനി എക്സാമ്പിൾ എന്താ പറയാ? ദ ബോയ് റൺസ് ഡെയിലി. ദ ബോയ് റൺസ്. ഓക്കെ, ദ ബോയ് റൺസ് ഡെയിലി. ആൺകുട്ടി എല്ലാ ദിവസവും ഓടുന്നു, എക്സസൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതിന് ഏതാ വരിക? അതിനകത്ത് ക്ലോസ്. സബ്ജക്ട് ഏതാ വരിക? ദ ബോയ് അല്ലെ, റൺസ്. വെർബ്. ഓക്കെ, സബ്ജക്ട് ആൻഡ് എ വെർബ്. അതിനാണ് ക്ലോസ് എന്ന് പറയാം. ഓക്കെ, സബ്ജക്ട്. സബ്ജക്ട് എന്താ? സബ്ജക്ട് സംശയം ഉണ്ടാ? സബ്ജക്ട് എന്താ മിസ് പറഞ്ഞത്? സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. സബ്ജക്ട് ആരെ പറ്റി പറയുന്നു അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതിനാണ് സബ്ജക്ട് എന്ന് പറയുന്നത് അല്ലെ. എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ് ആൻ ആക്ഷൻ. സബ്ജക്ട് എന്ത്? എ പേഴ്സൺ. എ പേഴ്സൺ ഓർ എ തിങ്. എ പേഴ്സൺ ഓർ എ തിങ് ഡൂയിങ്. ഡൂയിങ് ആൻഡ് doing an action. Okay, doing an action is known as subject. Okay, ഓർമ്മയുണ്ടല്ലേ? സബ്ജക്ട്. ഓക്കെ, നമുക്ക് ഇപ്പോഴും ഏതാ പഠിച്ചുകൊണ്ടിരിക്കേണ്ട? സബ്ജക്റ്റും വെർബും ചേർന്നാലാണ് ക്ലോസ്. ഓക്കെ, ഇനി റിലേറ്റീവ് പ്രൊനൗൺസ്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു കണക്ട് എ ക്ലോസ്. ഇൻ ഓർഡർ ടു കണക്ട് എ ക്ലോസ് വിത്ത് അനദർ ക്ലോസ്. ഓക്കെ, രണ്ട് ക്ലോസ് കൂടി കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം?
റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ, എന്തൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺസ്? ഏതൊക്കെയാണ് റിലേറ്റീവ്? മിസ് പറയാൻ ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ഹൂ, ഹൂ, ഹും, ഹൂസ്, വാട്ട്. ഓക്കെ, വിച്ച്, that, etc. are called relative, are used as relative pronouns. Okay, relative pronouns ഏതൊക്കെ വരിക? who, whom, whose, what, which, that, whenever, whomever, when, where, etc. ഇതെല്ലാം relative pronouns ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഏതൊക്കെയാ? who, which, where. ഓക്കെ, കിട്ടിയാ? ഇനി ഏതാ വരിക? when, where, that, what, etc. are used as a relative pronouns. Okay. ഇനി എന്താ പറഞ്ഞത്? Relative pronouns are used after nouns. Okay. Relative pronouns are used after nouns. നൗൺസിന് ശേഷം. റിലേറ്റീവ് പ്രൊനൗൺസ് എവിടെ എപ്പോഴാണ് യൂസ് ചെയ്യണേ? നൗൺസിന് ശേഷം. നൗൺസ് എന്താന്ന് പഠിച്ചു അല്ലെ? നമ്മൾ നൗൺസ് എന്താ പഠിച്ചേ? നൗൺ, നാമങ്ങൾ അല്ലെ? പേഴ്സൺ or a place. എന്താ പഠിച്ചേ? നൗൺ പഠിച്ചേ നാമം അല്ലെ? എ പേഴ്സൺ, എ തിങ്. ഓക്കെ, പഠിച്ചത് നൗൺ, പ്രോനൗൺ, പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു അല്ലെ? ഓക്കെ, ജപ്പാൻ. ജപ്പാൻ is a place. Japan is a country. ഒരു മിനിറ്റ്, just a minute. Japan is a country whose citizens, whose, Japan. Japan is a country. Japan is a country whose citizens. Okay, whose citizens are very industrious. Okay, are very industrious. ഇതിനകത്ത് ഏതാ വരിക? ജപ്പാൻ. ഓക്കെ, ജപ്പാൻ ഈസ് എ കൺട്രി whose citizens. ഓക്കെ, ജപ്പാൻ ഈസ് എ കൺട്രി whose. ജപ്പാൻ ഈസ് എ കൺട്രി. ഓക്കെ, whose അല്ലെ? whose വന്നു അല്ലെ? whose മീൻസ് എന്താ പറഞ്ഞേ? നൗൺസ്. അതായത് റിലേറ്റീവ് പ്രൊനൗൺസ് ആർ യൂസ്ഡ് ആഫ്റ്റർ നൗൺസ്. നൗണിന് ശേഷമാണ് റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യണേ. ജപ്പാൻ ഈസ് എ കൺട്രി whose. ജപ്പാൻ ഈസ് എ കൺട്രി whose citizens are very industrious. ഓക്കെ, അപ്പൊ ഇതിനകത്ത് റിലേറ്റീവ് പ്രൊനൗൺ ഏതാ? whose. ഓക്കെ, ഇനി വരുന്നത് എന്താ? who and whom are used together with person. who and whom are used. Who and whom are used. Who and whom are used together with persons. whom use ചെയ്യണ ആരുടെ കൂടെയാ? persons, വ്യക്തികളുടെ കൂടെ. ഓക്കെ, who and whom are used together with persons. ഓക്കെ, ഇനി who എന്ന് പറയുന്ന അതിന്റെ എക്സാമ്പിൾസ് പറയാം. ഓക്കെ, ഷീല, who is a teacher. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഷീല, who is a teacher. Who is a teacher. Sheila, who is a teacher, also works. Also works. Okay, works. Sheila, who is a teacher, also works as a social worker. Okay, as a social. Okay, as a social worker. Okay, പിടികിട്ടിയാ? ഓക്കെ, ഇന്നത്തെ എവിടെയാ വരിക? റിലേറ്റീവ് പ്രൊനൗൺ എവിടെ? ഓക്കെ, ഏതാ റിലേറ്റീവ് പ്രൊനൗൺ? ഷീല. ഓക്കെ, ഷീല,
who is a teacher. Okay, Sheila, who is a teacher. Now the relative pronoun there. Relative pronoun which is the relative pronoun? Who, who is the relative pronoun? Okay, Sheila, who is a teacher, also works. Okay, also works as social reformer. Also works as a social reformer, social worker. Okay. Okay. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? റിലേറ്റീവ് പ്രൊണൗൺസ് അല്ലെ? ഒന്നുകൂടി പറയാം. സ്പീഡ് കൂടുതലെങ്കിൽ പറയണം കേട്ടാ. മിസ്സിനോട് പറഞ്ഞാൽ മതി, അതനുസരിച്ചാണ് പോണേ. അതൊക്കെ സ്ലോ ആയിട്ട് ഒന്നും കൂടി എടുക്കാം. In order to connect a clause with another clause. In order to connect a clause with another clause, we use relative pronouns. Okay. Relative pronouns നമ്മളൊരു ക്ലോസിനെ മറ്റൊരു ക്ലോസുമായിട്ട് കണക്ട് ചെയ്യാനാണ് റിലേറ്റീവ് പ്രൊണൗൺസ് യൂസ് ചെയ്യണേ. ഓക്കെ. ഇനി ക്ലോസ് എന്താ മിസ് പറഞ്ഞേ? ക്ലോസ് കണ്ടെയ്ൻസ് സബ്ജക്റ്റ് ആൻഡ് വെർബ്. ക്ലോസ് കണ്ടെയ്ൻസ് സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഓക്കെ. അതുപോലെ എക്സാമ്പിൾ, ക്ലോസിന് എക്സാമ്പിൾ എന്താ? ദ ബോയ് റൺസ് ഡെയിലി. ഓക്കെ. ദ ബോയ് റൺസ്. ദ ബോയ് റൺസ് ഡെയിലി. ഓക്കെ. ഇതിനകത്ത് സബ്ജക്റ്റ് ബോയ്. ഓക്കെ. റൺസ് വെർബ്. ഓക്കെ. ഇതിനാണ് ക്ലോസ് എന്ന് പറയുന്നത്. When you order to connect a clause with another clause, we use relative pronouns. Okay. And the relative pronouns. First one, who. Next, whom. In a which. In a where. Okay. That. Etc. are called relative pronouns. In the relative pronouns are used after nouns. Relative pronouns are used. Relative pronouns are used after. Relative pronouns are used after nouns. Okay. Okay. ഇനി എന്താണ് an example പറഞ്ഞ? ജപ്പാൻ. Okay. Japan is a country. Okay. Japan is a country whose Japan is a country. Japan is a country whose citizens, whose citizens, okay, whose citizens are very industrious. Okay. Very industrious, not on the hard working. Okay. Very industrious. ഇതിനകത്ത് ഏതാ വരിക? റിലേറ്റീവ് പ്രൊണൗൺ ഏതാ വരിക? whose അല്ലെ? whose അല്ലേ റിലേറ്റീവ് പ്രൊണൗൺ? whose അല്ലെ? whose is used as relative pronoun. Okay. ഇനി പറഞ്ഞ who and whom are used together with persons. Who and whom. Okay. Who and whom are used together with persons. Okay. Who and whom are used together with persons. Mr. Example ഓർമ്മയുണ്ട? ഏതാ പറഞ്ഞ? ഷീല, who is a teacher, also works as a social worker. Sheila, who is a teacher? Sheila, who is a teacher? Who is a teacher? Okay. Who is a teacher? അപ്പൊ ഏതാ വരിക? റിലേറ്റീവ് പ്രൊനൗൺ who. Okay. Sheila, who is a teacher, also works as a social reformer. Also works as a social worker അല്ലെങ്കിൽ social reformer. Okay. Okay. ഇനി ഏതാ വരിക? ഇനി that and whose are used together with persons. That and whose. Okay. That and whose are used together with the persons. Are used together with the persons. Okay. Persons, birds, persons, birds, animals. Okay.
animals and things. That and whose are used together with the persons, birds, animals, and things. Okay. Then they use that and whose. Okay. Persons, birds, animals, things. Okay. Another example, he is best. He is the best speaker. He is the best speaker. He is he he is the best speaker that is available. That is available. Okay. He is the best speaker that is available. നല്ലത് എവിടെ വരിക? റിലേറ്റീവ് പ്രൊനൗൺ എവിടെ വരിക? That അല്ലേ? Okay. Which one? That. That is the relative pronoun. Okay. He is the best speaker that is available. That is also used with the superlative degree and also with the persons. Superlative degree പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. തൽക്കാലം നമ്മൾ ഇത് മാത്രം നോക്കാം. Okay. That is used with the superlative degree and also with the persons. അല്ലെ? ബെസ്റ്റ് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ? ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Superlative degree. Okay. He is the best speaker that is available. Okay. Which or that, etc. are used with animals and things. Which, okay. Which and that. Which and that. You say are used with animals and things. That are used with animals. Okay. Animals and things. Okay. Animals. Which are used with animals and things. Okay. Which and the gives which and that are used with animals and things. Okay. Which this is the picture. Okay, this is the picture. This is the picture. This is the picture. This is the picture. Which or that. Okay, which alangi that. This is the picture that was painted by my uncle. That was painted by my uncle. Okay. Another video. This is the picture which or that was painted by my uncle. Another video relative pronoun which alangi that. Eda video which alangi that. Which that. Okay. Then relative pronoun. Okay. Any next one? What? Okay. What എന്നുള്ളത് എങ്ങനെയാ വരിക? What is used to express? Okay. What? Okay. What is used to express with ideas and things? What and they use ideas. Okay. Ideas and things. അവിടെ ആ റിലേറ്റീവ് പ്രോണൗൺസ് ആണ് വാട്ട് അല്ലെ? വാട്ട് എന്ന റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യണത് എന്തിനാ? To express ideas and things. Okay. Ideas എന്തെങ്കിലും സാധനങ്ങൾ things. Okay. What എന്നുള്ളത്. Okay. ഇനി അടുത്ത് നോക്കാം നമുക്ക്. If a sentence or subject is separated using comma, we use which. Don't use that. ഒരു സെന്റൻസ് ഒരു വാക്യം കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക?
which use ചെയ്യണം. We must use which. Okay, which use ചെയ്യണം. Okay, don't use that. That use ചെയ്യാൻ പാടില്ല. Okay, അപ്പൊ എക്സാമ്പിൾ നോക്കാം. The Vijayrekha. Okay, the Vijayrekha. The Vijayrekha. The Vijayrekha. Which is the best? Comma separate here. Just a minute. The Vijayrekha. The Vijayrekha. Okay. The Vijayrekha. I entered a comma. Okay. The Vijayrekha. Which is the best magazine? Okay. Which is the best? Okay. Which is the best magazine? Which is the best magazine? Okay. The Vijayrekha, which is the best magazine, has the highest circulation. Okay. Has the highest. Oh, has the highest circulation. Has the highest circulation in Kerala. Okay. Okay. ഏതാ വരിക? അതിനകത്ത് which. Okay. ഏതാ വരിക? Which ആണ് relative pronoun. ഏതാ? Which അല്ലേ? The Vijayrekha. The Vijayrekha, which is the best magazine. Okay. Vijayrekha കഴിഞ്ഞിട്ട് കോമ. കുട്ടേ കോമ ഉണ്ട് അല്ലേ? അപ്പൊ എന്താ വരിക? That അല്ല യൂസ് ചെയ്യേണ്ടേ? Which. Okay. The Vijayrekha, which is the best magazine, has the highest circulation in Kerala. If a sentence or a subject is separated using comma, we use which. Don't use that. That you say the which and you say. Okay. After who, we always use verb. Who initiation. Okay. Who initiation namale eppozhum verb. Okay. Verb use cheyallu. Who initiation eppozhum verb ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. He is my father. He is my father. Okay. He is my father who works. Who works. He is my father who works in a bank. Who works in a bank. Okay. ഇതിനകത്ത് ഏതാ വരിക? Who അല്ലേ? മെസ്സേജ് ചെയ്യട്ടോ, വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. Who ഏതാ വരിക? ഓക്കെ, ആ മെസ്സേജ് ഹി ഈസ് മൈ ഫാദർ ഡാഡ് ഹു വർക്ക്സ് ഇൻ എ ബാങ്ക്. ഇപ്പൊ ഹു ഏതാ? ഹു റിലേറ്റീവ് പ്രോണൗൺ അല്ലേ? റിലേറ്റീവ് പ്രോണൗൺ ഏതാ? ഹു. നമ്മൾ പഠിച്ചത് ഇപ്പൊ ആഫ്റ്റർ ഹു ഹി ഓൾവേസ് യൂസ് വെർബ്. ഹൂവിന് ശേഷം നമ്മള് വെർബ് യൂസ് ചെയ്യും അല്ലെ? ഇവിടെ വെർബ് എവിടെ? വർക്ക്സ് അല്ലെ? ആഫ്റ്റർ ഹി ഈസ് മൈ, he is my father who works. He is my father who works in a bank. Who works in a bank. എന്താ പഠിച്ചത് നമ്മള് അല്ലെ? ഹൂവിന് ശേഷം ക്രിയ യൂസ് ചെയ്യാം. ഹൂവിന് ശേഷം വെർബാണ് യൂസ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഏതാ വരിക? ഹു വർക്ക്സ്. ഓക്കെ, ഹി ഈസ് മൈ ഫാദർ ഹു വർക്ക്സ് ഇൻ എ ബാങ്ക്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. Subject will always comes after whom. Subject will comes after whom. അടുത്ത് നോക്കാം. Subject will comes after whom. സബ്ജക്റ്റ് വരും എപ്പോഴും ഹുമ്മിന് ശേഷം. ഹും എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ. അതെങ്ങനെ നോക്കാം? എക്സാമ്പിൾ നോക്കാം. ഓക്കെ, my uncle whom I loved. My uncle whom I loved. My uncle whom I loved. My uncle whom I loved is dead. അപ്പൊ എന്താ? ഹുമ്മിന് ശേഷം സബ്ജക്റ്റ് അല്ലെ? ഐ. ഹുമ്മിന് ശേഷം സബ്ജക്റ്റ്. എന്താണ്? സബ്ജക്റ്റ് വിൽ കംസ് ആഫ്റ്റർ ഹും. My uncle whom I loved is dead. ഏതാണ് അതിന് എക്സാമ്പിൾ? ഓക്കെ, റിലേറ്റീവ് പ്രോണൗൺ ഏതാ? ഹും അല്ലെ? ഹുമ്മാണ് റിലേറ്റീവ് പ്രോണൗൺ. ഏതെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? അതിനാ ഇന്നലെ നോക്കിയതില് ഇപ്പൊ ചോദിച്ചാലേ ഒന്നുകൂടി പറയാൻ മിസ്. ഓക്കെ,
റിലേറ്റീവ് പ്രൊനൗൺസ്. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ in order to connect in order to connect a clause with another clause we use relative pronouns. Okay, relative pronouns are used. But clause എന്താണെന്ന് തോന്നുന്നു അല്ലെ? ക്ലോസ് എന്താ? ക്ലോസ് contains subject and a verb അല്ലെ? എക്സാമ്പിൾ എന്താ മിസ് പറഞ്ഞേ? The clause contains subject. Clause contains a subject അല്ലെ? Subject and a verb. ഇനി എന്താ ക്ലോസിന് എക്സാമ്പിൾ എന്താ പറഞ്ഞേ? The boy runs daily അല്ലെ? The boy runs daily. Okay. ഇന്നത്തെ എവിടെ subject the boy runs verb. Okay, the boy runs daily. But in order to connect a clause with another clause we use relative pronouns. ഇനി subject എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ അല്ലെ? ആരെ പറ്റി പറയുന്നുവോ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നുവോ? ഓക്കെ ആരെ പറ്റി പറയുന്നുവോ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നോ അതിനാണ് എന്ത് പറയാ? സബ്ജക്റ്റ് അല്ലെ? സബ്ജക്റ്റ്. ഓക്കെ, ആരെ പറ്റി പറയുന്നു അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു അതിനെ സബ്ജക്റ്റ് എന്ന് പറയുന്നു. അത് ഓക്കെയാണ് അല്ലെ? സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഇനി എന്തൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺസ്? ഹൂ അല്ലെ? ഹൂ, ഹൂം, വിച്ച്, വേർ, ഓക്കെ, ദാറ്റ്, etc. An example for etc. example for relative pronouns. Okay, ഏതാ വരിക? relative pronouns are used after nouns. നൗൺസിന് ശേഷം relative pronouns യൂസ് ചെയ്യും അല്ലെ? നൗൺസിന് ശേഷം relative pronouns യൂസ് ചെയ്യും. അതിനകത്ത് ഏതാ എക്സാമ്പിൾസ് പറഞ്ഞേ? ജപ്പാൻ ഈസ് എ കൺട്രി whose citizens are very industrious. Okay, Japan is a country. Japan is a country. Japan is a country whose അല്ലെ? whose ആണ് relative pronoun. Japan is a country whose citizens are very industrious. Japan is a country whose citizens are very industrious. Okay. Okay. നമുക്ക് എക്സസൈസ് നോക്കാം. The man dash is at the gate is my grandfather. നമ്മൾ ഇന്നലെ നോക്കി എക്സസൈസ്. The man dash is at the gate is my grandfather. ആ ഗേറ്റ് കണ്ട മനുഷ്യന്റെ മുത്തശ്ശനാണ്. ഓക്കെ, ഏതാ വരിക? ഓക്കെ, അപ്പൂപ്പൻ അല്ലെങ്കിൽ മുത്തശ്ശൻ. എന്താ പറയാ? ഗ്രാൻഡ് ഫാദർ. ഏതാ വരിക? ഹൂ അല്ലെ? The man who is at the gate is my grandfather. ഇനി അടുത്തത് this is the spot dash the action took place. ഇതാണ് ആ സ്ഥലം എവിടെയാണ് ആക്സിഡന്റ് നടന്നത്. ആ സ്ഥലത്ത് അതിനേതാ പറയാ? വേർ അല്ലെ? വേർ. we use വേർ എന്ന റിലേറ്റീവ് ആണ്. ഓക്കെ, ഇനി this belongs to the lady dash we met in the train. This belongs to the lady dash we met in the train. ഏതാ വരിക? whom അല്ലെ? whom. It belongs to the lady whom we met in the train. He knows the subject that is very difficult. He knows the subject that which അല്ലെ? He knows the subject which is very difficult. ഇനി ഡൗട്ട് വരുന്നുണ്ട് എന്തെങ്കിലും മെസ്സേജ് ചെയ്തോളൂട്ടെ. എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ. ഏതാ പറയണ്ടേ? കീർത്തി രാജു ഏതാ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, he knows the subject. Okay, he knows the subject that is okay, he knows the subject dash is very difficult. Yeah, he knows the subject.
he knows the subject. Okay, he knows the subject. Dash is very difficult. Is very difficult. Okay. Which he knows the subject. Dash is very difficult. There ano which. Okay, there ano which ano what ano who ano. Okay, what alangi who. He knows the subject which is very difficult. Okay. Doubt വരുന്നുണ്ടായിരുന്നെങ്കിലും ഓക്കെ മിസ് വേറെ രണ്ടുകൊണ്ട് ചെയ്യിപ്പിക്കാം. ഒന്നാമത് ഷീല ഹു ഈസ് എ ടീച്ചർ ഓൾസോ വർക്ക്സ് ആസ് എ സോഷ്യൽ വർക്കർ. ഓക്കെ, അതൊരെണ്ണം അത് മിസ് പറഞ്ഞു അല്ലെ. അത് ഹൂവിന് എക്സാമ്പിൾ ഹൂ എന്ന് പറഞ്ഞ റിലേറ്റീവ് പ്രോനൗൺ. ഹൂ എന്ന് പറഞ്ഞ റിലേറ്റീവ് പ്രോനൗൺ എക്സാമ്പിൾ ഏതാ? ഷീല ഹു ഈസ് എ ടീച്ചർ ഓൾസോ വർക്ക്സ് ആസ് എ സോഷ്യൽ വർക്കർ. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം നോക്കാം. Have you played the bottle game that is liked by all? Have you played? Have you played the bottle game? Have you played the bottle game? Okay. Have you played the bottle game? Have you played the bottle game? That is that. Okay. That relative that is liked by all. That is liked by all. Have you played? Have you played? Have you played the bottle game? Have you played the bottle game? Okay. That is relative pronoun. That is liked by all. Okay. Have you played the bottle game? That is liked by all. Okay. Dana and relative pronoun that. That is the relative pronoun. Okay. Susan is the girl whom I was talking about. Okay, Susan is the girl. Susan is the girl whom. Okay, whom. Whom, whom I was talking about. Whom I was. Okay, whom I was talking about. Whom I was talking about. Okay. Okay. The boy whose sister is a renowned orator is an orator himself. The boy whose sister. The boy whose. The boy whose. Whose. Okay, very good. The boy whose sister. Okay. The boy whose sister. Okay. Whose sister is a renowned orator. Is a renowned orator. Is an orator. Is an orator himself. എന്താണ് ഏത് ആ ആൺകുട്ടി ആ പെൺകുട്ടി പ്രാസംഗികയാണ്, സിസ്റ്റർ സഹോദരി. അതിന്റെ അനിയൻ നല്ലൊരു പ്രാസംഗികനാണ്. ഓക്കെ, ഒറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗം അല്ലെ. ദ ബോയ് whose sister is a renowned orator is an actor. Is an orator. Sorry, is an orator himself. അല്ലെ, ഏതാ ആ സിസ്റ്റർ ആ സഹോദരിയുടെ അനിയൻ, അതായത് സഹോദരി നല്ല ഒറേറ്റർ ആണ്. അതേപോലെ ബ്രദർ അതിന്റെ ബ്രദറും നല്ല ഒറേറ്റർ. ദ ബോയ് whose sister is a renowned orator is an orator himself. നല്ല പ്രാസംഗികനാണ്. അതിനകത്ത് എവിടെ വരിക? ഹൂസ് അല്ലെ. റിലേറ്റീവ് എവിടെ? ഹൂസ്. ദ ബോയ് whose sister. Okay,
അതാണ് റിലേറ്റീവ് പ്രൊനൗൺ. പിന്നെ അടുത്തത് the girl who saved the little boy was appreciated by everyone. നോക്കാം. the girl who okay, the girl who saved the little boy, okay, was appreciated by everyone. Okay. Okay. അപ്പൊ അതിനകത്ത് ഏതാ വരിക? ഹൂ അല്ലെ? the girl. Okay, the girl. Very good. Mary Raphael. The girl who saved the little boy was appreciated by everyone. The girl who അല്ലെ? The girl who എന്ന് പറയുമ്പോ ഏതാ? who അല്ലെ? who saved. അപ്പൊ who ആണ് അവിടെ റിലേറ്റീവ് ആയിട്ട് വരിക. ഓക്കെ. ഇനി അടുത്തത് we had our college reunion dinner in the seafood restaurant which is now closed. Okay. We had our college reunion. We had our college reunion. Okay. We had our college reunion dinner. Okay. College reunion dinner in the seafood restaurant which is now closed. In the seafood restaurant, which is now closed. Okay, ഏതാ വരിക റിലേറ്റീവ്? വിച്ച് അല്ലെ? വിച്ച് ഈസ് വിജീഷ്യാണ്. ഓക്കെ ഓക്കെ, വന്ദന. ഓക്കെ, റെസ്റ്റോറന്റ് വിച്ച് ഈസ് ക്ലോസ്ഡ്, വിച്ച് ഈസ് നൗ ക്ലോസ്ഡ്. ഓക്കെ, വേണ്ടി നോക്കാം. ഓക്കെ. ദ സ്റ്റുഡൻസ് ലൈക്ഡ് ദ ഇംഗ്ലീഷ് ടീച്ചർ who is from Bangalore. The students, okay, the students liked the English teacher. The students liked the English teacher. Means liked the English teacher who is from English teacher. Who is from Bangalore. അല്ലെ? അപ്പൊ ഏതാ വരിക? Who is from Bangalore. ഏതാ വരിക? Who അല്ലെ? ഓക്കെ ഓക്കെ, വിജിഷ. ഓക്കെ, ഹൂ ആണ് റിലേറ്റീവ് ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നമുക്ക് പറഞ്ഞുകൊണ്ട് നോക്കാം. ഓക്കെ. ഹൂ എന്നുള്ളത് എന്താപ്പ? ഹൂ റിഫേഴ്സ് ടു എ പേഴ്സൺ. ഓക്കെ, ദ നൗൺ പ്രോനൗൺ സബ്ജക്ട്. ഓക്കെ, ഹൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ? വ്യക്തികൾ അല്ലെ? വ്യക്തികളെ ഡിനോട്ട് ചെയ്യുമ്പോ ഏതാ? ഹൂ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഹൂ ഡിനോട്ട് ചെയ്യുന്ന വ്യക്തികൾ, പേഴ്സൺസ്. ഓക്കെ. ഇനി ഹുമ്മിന് ഏതാ? ഒബ്ജക്റ്റ് അല്ലെ? സാധനങ്ങൾ. ഒബ്ജക്റ്റ്, സാധനങ്ങൾ. ഹുമ്മിനേതാ? സാധനങ്ങൾ അല്ലെ? ഹും റിഫേഴ്സ് ടു ദ ഒബ്ജക്റ്റ്. ഓക്കെ. ഇനി വരുന്നത് ഹൂസ്. എന്തിനാ? പൊസസീവ്നെസ്. ഹൂസ് എന്താ? ടു ഷോ പൊസഷൻ ഓഫ് സംതിങ് ഓർ സംവൺ അല്ലെ? ആരുടെ? പൊസസീവ്നെസ് നമ്മുടെ അല്ലെ? ജപ്പാൻ പറഞ്ഞു അല്ലെ? ജപ്പാനിലെ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ജപ്പാൻ ഹൂസ് സിറ്റിസൺസ് അല്ലെ? ജപ്പാൻ ഇസ് എ കൺട്രി ഹൂസ് അല്ലെ? അവിടെ നമ്മളത് ജപ്പാനിലെ പൗരന്മാർ. എന്നുള്ളത് നമ്മൾ ഏതാ യൂസ് ചെയ്ത്? ഹൂസ് അല്ലെ? ഹൂസ് യൂസ് ചെയ്ത് അല്ലെ? പൊസഷൻ കാണിക്കാനായിട്ട്. ഹൂ യൂസ്ഡ് ടു ഷോ പൊസഷൻ, വി യൂസ് ഹൂസ് യൂസ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ദാറ്റ് എന്നുള്ളതാ? that is also used to refer things അല്ലെ? തിങ്സ് നമ്മൾ യൂസ് ചെയ്യും റിഫർ ചെയ്യാൻ. ഓക്കെ.
which. Okay, which which is used to refer person, animal, thing. Okay, person, animal, thing. Okay. Okay. ഇത്രയാണ് റിലേറ്റീവ് പ്രൊണൗൺസിന്റെ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കാം നമുക്ക്. ഓക്കെ. What do you mean by relative pronouns? In order to connect a clause with another clause, we use relative pronouns. Okay. Okay. Clause എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by a clause? Clause contains subject and a verb. അല്ലെ? Clause contains subject and a verb. സബ്ജക്റ്റ് എന്താ? ആരെ പറ്റി പറയുന്നോ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നോ അതിനെ സബ്ജക്റ്റ് എന്ന് പറയും. അല്ലെ? ഇനി ഏതൊക്കെയാ റിലേറ്റീവ് പ്രൊനൗൺസ്? ഹൂ, ഹും, ഹൂസ്. അല്ലെ? ഏതൊക്കെയാ റിലേറ്റീവ്? ഹൂ, അല്ലെ? ഹും, ഹൂ, ഹും, വിച്ച്. ഓക്കെ. പിന്നെ ഏതാ വരിക? വേർ, പിന്നെ ദാറ്റ്, പിന്നെ വാട്ട്. അല്ലെ? വാട്ട് എക്സെട്ര ആർ കോൾഡ് റിലേറ്റീവ് പ്രൊനൗൺസ്. ഓക്കെ. റിലേറ്റീവ് പ്രൊനൗൺസ് ആർ യൂസ്ഡ് ആഫ്റ്റർ നൗൺസ്. അല്ലെ? നൗൺസിന് ശേഷം റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുക. ഓക്കെ. അതിന് എക്സാമ്പിൾ ഏതാ മിസ് പറഞ്ഞേ? ജപ്പാൻ ഈസ് എ കൺട്രി ഹൂസ് സിറ്റിസൺസ് ആർ വെരി ഇൻഡസ്ട്രിയസ്. അല്ലെ? ജപ്പാൻ നൗൺ ആണ്, സ്ഥലത്തിന്റെ പേര്. അതിന് ശേഷം ഏതാ? ഹൂസ് കംസ്. ഹൂസ് ആർ സിറ്റിസൺസ് ആർ വെരി ഇൻഡസ്ട്രിയസ്. ഓക്കെ. പിന്നെ ഏതാ പറഞ്ഞ? ഷീല. അല്ലെ? ഷീല ഈസ് എ Sheila is a teacher. Sheila, who is a teacher, also works as a social worker. അതിനകത്ത് ഏതാ വരിക? ഹൂ. അല്ലെ? ഹൂ ആണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് വരിക. ഓക്കെ. പിന്നെ അടുത്ത്, ഹാവ് യു പ്ലേഡ് ദ ബോട്ടിൽ ഗെയിം ദാറ്റ് ഈസ് ലൈക്ഡ് ബൈ ഓൾ. എന്നതാ വരിക? ദാറ്റ്. ഏതാ വരിക? സ്റ്റുഡൻസ് ലൈക്ഡ് ദ ഇംഗ്ലീഷ് ടീച്ചർ ഹു ഈസ് ഫ്രം ബാംഗ്ലൂർ. ഓക്കെ. ഹൂ ഈസ് ഫ്രം ബാംഗ്ലൂർ. അത് ഹൂ ആണ് റിലേറ്റീവ് പ്രൊനൗൺ വരിക. ഓക്കെ. ഇനി സംശയം വരുന്നുണ്ടോ? ഇനി ഏതെങ്കിലും സംശയം വരുന്നുണ്ടോ? നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചത് നൗണിന്റെ കാര്യങ്ങള് പറഞ്ഞില്ലേ? അല്ല, ഏതൊക്കെയാന്ന് നോക്കണം ഒന്നും കൂടി. പാർട്സ് ഓഫ് സ്പീച്ച് നോക്കണോ? പാർട്സ് ഓഫ് സ്പീച്ച് വൺസ് അഗൈൻ 8 വേർഡ്. നൗൺ എന്തൊക്കെയാ വരിക? നൗൺ. ഓക്കെ. പാർട്സ് ഓഫ് സ്പീച്ചില് നൗൺ. ഈ എക്സാം 100 മാർക്കിലാന്നാ പറഞ്ഞ മിസ് കേട്ടാ. 100 മാർക്കിലാണ് ഗ്രാമർ എക്സാം വരിക, ഇംഗ്ലീഷിന്റെ എക്സാം. നൗണിന് എക്സാമ്പിൾ ഏതൊക്കെയാ പറഞ്ഞേ? അല്ലെ? രാജു. ഓക്കെ. ഏതൊക്കെയാ? ദാമു. പിന്നെന്താ? സീത, മിനി. ഓക്കെ. ഇതൊക്കെ എന്താ എക്സാമ്പിളാ? നൗണിന് എക്സാമ്പിൾ. അല്ലെ? ഓക്കെ. പിന്നെ ഏതാ വരിക? പേഴ്സൺ. അല്ലെ? പേഴ്സൺ, പ്ലേസ്, തിങ്. ഇതൊക്കെ എന്താണ്? നൗണിന് എക്സാമ്പിൾസ് ആണ്. അല്ലെ? ട്രിവാൻഡ്രം, കൊച്ചിൻ. ഇതൊക്കെ എക്സാമ്പിൾ അതിനാ നൗണിന് എക്സാമ്പിൾ. അല്ലെ? പിന്നെ എന്താ വരിക? തിങ്സിന് എന്താ എക്സാമ്പിള്? ബുക്ക്. ഓക്കെ. ബുക്ക്, ഡെസ്ക്. ഓക്കെ. ടേബിൾ. ഇതൊക്കെ എന്തിനാ എക്സാമ്പിളാ? നൗൺസ്. അല്ലെ? പേഴ്സൺ, പ്ലേസ്, തിങ്. ഇതൊക്കെ വരുന്നതാ ഫസ്റ്റ് നൗണിന് എക്സാമ്പിൾ. ഓക്കെ. ഇനി പ്രോനൗൺസിന് എക്സാമ്പിൾ എന്ന് പറയൂ. പ്രോനൗൺസ് ഹി, ഷീ, ഇറ്റ്, ദേ, ഓക്കെ, ഹിം, ഹിസ്. അതൊക്കെ അല്ലെ എക്സാമ്പിൾ. പിന്നെ വെർബിന് എക്സാമ്പിൾ ഏതാ? വെർബ് റൈറ്റ്,
read, okay, write, read, walk, okay, walk, run, okay. ഇതൊക്കെയാണ് എക്സാമ്പിൾ ഫോർ വെർബ്. ഓക്കെ, ഇനി വരുന്നത് എന്താ? ആഡ്വർബ്. ആഡ്വർബിന് എക്സാമ്പിൾ ഏതൊക്കെയാ വരിക? ആഡ്വർബ് അല്ലെ? ഏതൊക്കെയാ വരിക? എക്സ്ട്രീംലി, ക്വിക്ക്ലി, ഓക്കെ, ക്വിക്ക്ലി, ക്വിക്ക്ലി, ബ്രേവ്ലി അല്ലെ? ധൈര്യത്തോടെ, ബ്രേവ്ലി, ഓക്കെ, extremely, speedily, extremely, speedily. Okay, ഇതൊക്കെ എന്തൊരു എക്സാമ്പിൾ ആ? ആഡ്വർബ്. ഓക്കെ, ആഡ്വർബിന് എക്സാമ്പിൾ. ഓക്കെ, പിന്നെ ഒരു അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ത് എക്സാമ്പിൾ? അഡ്ജക്റ്റീവ് ടോള് അല്ലെ? ടോൾ, ടോൾ, സ്മാർട്ട്, ടോൾ, സ്മാർട്ട്, ബ്രേവ്. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിളാ? അഡ്ജക്റ്റീവ്സ് അല്ലെ? വിശേഷണങ്ങളുടെ എക്സാമ്പിൾ. ഇനി പ്രിപ്പോസിഷൻസ്. പ്രിപ്പോസിഷൻ എക്സാമ്പിൾ ഏതാ? ഇൻ, ഓൺ, അറ്റ്, ഫോർ. ഓക്കെ, ഇതൊക്കെ എന്താ? പ്രിപ്പോസിഷൻസിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി വരുന്നതാ? കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് എക്സാമ്പിൾ ബട്ട് അല്ലെ? ബട്ട്, ബിക്കോസ്, ആൻഡ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? കൺജങ്ഷൻ. ഓക്കെ, ഇനി ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ എക്സാമ്പിൾ ഇന്റർജെക്ഷൻ. ഓക്കെ, ഇന്റർജെക്ഷൻ എക്സാമ്പിൾ ഏതാ വരിക? ജസ്റ്റ് എ മിനിറ്റ്. ഇന്റർജെക്ഷൻ. ഓക്കെ, ഇന്റർജെക്ഷൻ എക്സാമ്പിൾ ഏതാ വരിക? വൗ അല്ലെ? വൗ. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ഡിയർ മീ, ഹെവൻസ്, ഡിയർ മീ. ഓക്കെ, ഡിയർ മീ, ഡിയർ മീ, ഇത് ഇന്റർജെക്ഷൻ. പിന്നെ ഏതാ? ഹെവൻസ് അല്ലെ? ഹെവൻസ്, ഹെവൻസ്, ഇതൊക്കെ ഇന്റർജെക്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, മ്യൂട്ട് ഒന്ന് മാറ്റാം കേട്ടാ. 5 മിനിറ്റ് നേരത്തേക്ക് മ്യൂട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ആ, നിങ്ങൾ ഡൗട്ട് ഉണ്ടാ? HA7C സ്പീഡിന് എന്തോ പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞേ. സ്പീഡ് ഉണ്ട്, അപ്പൊ ചോദിക്കുക. അപ്പൊ തന്നെ കേട്ടാ. ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, ആ, ഓക്കെ. ഓക്കെ, കിട്ടിയ ഇത് കിട്ടിയോ? റിലേറ്റീവ് പ്രൊനൗൺസിന് നോട്ട് കിട്ടിയ? ഇന്റർജംഗ്ഷന്റെ എക്സാമ്പിൾ റിലേറ്റീവ് പ്രൊനൗൺസിന് നോട്ട് കിട്ടിയായിരുന്നല്ലേ? കിട്ടിയ? ആ, ഓക്കെ. കിട്ടി മാം. ഇപ്പൊ നമ്മുടെ ക്ലാസ് കഴിയാറായിട്ടുണ്ട്. ഓക്കെ, ആ, മോക്ക് ടെസ്റ്റും ചെയ്യാട്ടാ. 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതും ചെയ്യണം കേട്ടാ. ഓക്കെ, സ്പീഡ് കുഴപ്പമില്ല, ഓക്കെ അല്ലേ? ആ, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ആ ഡോക്യുമെന്റ് തന്നെ നോക്കുക കേട്ടാ. ഓക്കെ മാം. ഓക്കെ, നിർത്താം കേട്ടാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.